ഇതൊരു നെയ്ത്തുശാലയാണ്. ഒരു കാലത്ത് കോഴിക്കോട് ഏറ്റവും പ്രതാപത്തോടെ അതിലുപരി പ്രൗഢിയോടെ പ്രവർത്തിച്ചിരുന്ന വ്യവസായ കേന്ദ്രം. പക്ഷേ ഇന്ന് ഈ നെയ്ത്തുശാലയുടെ ഇവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ വാക്കുകളിൽ വിവരിക്കുന്നതിനും അപ്പുറമാണ്. സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറന്നു കാണണം ഈ കാഴ്ച. കോഴിക്കോടിൻ്റെ വ്യവസായ ചരിത്രത്തിൽ ഒരിക്കൽ അഭിമാനത്തിൻ്റെ അടയാളമായിരുന്ന കക്കോടിയിലെ സ്റ്റാർ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നെയ്ത്തുശാലയുടെ അവസ്ഥയാണിത്. പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര, മഴവെള്ളം കെട്ടിക്കിടക്കുന്ന തറ, ഏതു സമയവും ഇടിഞ്ഞു വീഴുമെന്ന ഭീഷണിയിലുള്ള ചുമരുകൾ. സ്വന്തം ജീവൻ പണയം വെച്ചാണ് പ്രാണഭയത്തോടെ ഇവർ ഓരോരുത്തരും ദിവസവും തറയിലിരുന്ന് തുണി നെയ്യുന്നത്. ഒരു കാലത്ത് സർക്കാർ സ്കൂളിലേക്കുള്ള യൂണിഫോം തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ നെയ്തു നൽകിയ കേന്ദ്രമായിരുന്നു ഇത്. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന സ്ഥാപനം. ഇന്ന് അതേ സ്ഥാപനം നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടത്തിലാണ്. പക്ഷേ ആ പോരാട്ടത്തിന് താങ്ങാകാൻ ആരുമില്ല. ഇന്ന് നെയ്ത്തുശാലയിൽ മുഴങ്ങുന്നത് തറിയുടെ ശബ്ദം മാത്രമല്ല, നെയ്ത്തിനെ ഉപജീവനമാക്കിയ 30ഓളം സ്ത്രീകളുടെ ജീവിതം വഴിമുട്ടിയ കഥകൾ കൂടിയാണ്. മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങളും വഴിമുട്ടി. ഒന്നും രണ്ടുമല്ല, 9 മാസമായി ശമ്പളം കിട്ടിയിട്ട് ചെയ്ത തൊഴിലിന് എന്ന് ശമ്പളം കിട്ടുമെന്ന് ഇവർക്കറിയില്ല. കൂലിയൊന്നും കിട്ടാത്ത 9 മാസമായി. തുച്ഛമായ വരുമാനം സാധാരണ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇതിൽ ഒരു മീറ്റർ നെയ്താൽ 68 ഉറുപ്പ്യ അങ്ങനെ എന്തേ ഉള്ളൂ. അതും കൂടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 9 മാസമായിട്ട് ഞങ്ങൾ നിന്ന് കിട്ടും നാളെ കിട്ടും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പണിക്ക് വരുന്നത്. എന്നെങ്കിലും ഒരു ദിവസം കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇത്രയും വെള്ളം കയറി മഴ ചോർന്ന് ഒലിച്ചിട്ടും കൂടി ഞങ്ങൾ പണിക്ക് വരിക. അതിനെക്കൂടി ഞങ്ങൾക്ക് ഇനി തന്നെ മുന്നോട്ട് പണിയെടുക്കാനുള്ള ഒരു സംവിധാനവും കൂലി കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് അതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് പറയാനുള്ളൂ. കൂലിയാണ് ആവശ്യം, അത് അത്യാവശ്യമാണ്. 9 മാസമായിട്ട് പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ചോരുന്ന അവസ്ഥയിലും ഞങ്ങളിവിടെ വന്ന് പണിയെടുക്കുകയാണ്. PF അടയ്ക്കാൻ കഴിയുന്നില്ല. മാസാമാസം കിട്ടാത്തത് വലിയ തൊഴിലാളികളുടെ ഇടയിലും വലിയൊരു പ്രശ്നമാണ്. പുതിയ ആളുകൾ ഇവിടെ സ്ഥിരമായിട്ട് പിരിഞ്ഞു പോയാലും ഇവിടെ വരുന്ന തൊഴിലാളികളൊക്കെ വീണ്ടും ഈ തൊഴിൽ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു കാരണം കൂടി അതാണ്. കാരണം മാസാമാസം കിട്ടും. ഇപ്പോൾ നവംബർ 15 2025 നവംബർ 15 മുതൽ കൂലി പെൻഡിങ് ആണ്. 1963 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിന് ഇത്രയും വലിയ കണ്ടകശനി ഇതുവരെ ഉണ്ടായിട്ടില്ല. പണ്ട് നല്ലതേനി, ഞങ്ങൾ വന്ന കാലത്തൊക്കെ നല്ല പണി ഉണ്ടായിനി, നല്ലോണം കൂലി ഉണ്ടായിനി. ഇപ്പോഴങ്ങനെയുള്ളത് കുറേ കാലം ആയിട്ട് ആദ്യത്തെ മാതിരിയൊന്നും ഇല്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ വന്ന കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും കൂലിയും കിട്ടിയിരുന്നു. ഇപ്പം മാസമായിട്ടും കൂലിയില്ല, എത്രയായിട്ടും കൂലി കിട്ടുന്നില്ല. സർക്കാർ സഹായം അടിയന്തരമായി ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നെയ്ത്തുശാല ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന കാലം വിദൂരമാകില്ല. ഓണം വരണം, 9 മാസമായി കൂലി കിട്ടിയിട്ട് ഇൻസെൻറ്റീവ് വരും എന്ന് പറഞ്ഞാൽ അതും വരുന്നില്ല. ഇപ്പോൾ കൂലി ഇല്ല, ഒന്നുമില്ല, വെറും കയ്യാലെ പോകണം. പിന്നെ എൻ്റെ വീട്ടിൽ വെച്ചാൽ ആരും കൊണ്ടുവരാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പെൻഷനായിട്ട് 2022 ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. ഓണം എന്താ ചെയ്യാൻ, ഇവിടുന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടാനുള്ളതില്ല. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ് ചാർജും ഇല്ല. ബസ്സിന് ബസ്സും പൈസ 2 നേരം ബസ്സിന് കൊടുക്കണം. ആ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്, ആരും കൊണ്ടുതരാനില്ല. എന്നെങ്കിലും തങ്ങളുടെ കണ്ണീർ അധികൃതർ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇങ്ങനെ നെയ്തു കൂട്ടുന്നത്. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനി ഇങ്ങനെ മുൻപോട്ട് പോകാനാകില്ല. ജീവിതത്തിൻ്റെ ഭാഗമായ നെയ്ത്ത് അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവരിൽ പലരും, മനസ്സില്ലാ മനസ്സോടെ. ഒറ്റ വാക്ക് മാത്രം, ഇവരും മനുഷ്യരാണ്, കരുണയുണ്ടാകണം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.